യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നമുക്ക് പ്രാരംഭമായി അപ്പോസ്തലനായ പൗലോസ് റോമാസഭയ്ക്ക് എഴുതിയ ലേഖനം അതിന്റെ 5:5 നമുക്കൊന്ന് വായിക്കും. റോമൻസ് 5:5 ഇവാഞ്ചലിസ്റ്റ് ജോസഫ് വായിക്കുന്നത് വായിച്ചു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. എല്ലാവരും എടുത്തല്ലോ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ, അല്ലേ? എന്തൊന്നാണോ നീ പ്രത്യാശിക്കുന്നത് അതിന് ഭംഗം വരികയില്ല. ആ ബോധ്യം, ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കി തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ആ ബോധ്യം ഉണ്ടാകണമെങ്കിൽ ദൈവ സ്നേഹത്തിൽ നിങ്ങൾ തരണം. ആ ദൈവ സ്നേഹം നൽകുന്ന വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. കൊലോസ്യൻസ് 1-ാം അധ്യായം അതിന്റെ 21-22 നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യൻസ് 1:21-22. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നുവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ മുമ്പേ ദുഷ്പ്രവർത്തികളാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച് മനസ്സ് തഴമ്പിച്ച നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. കേട്ടോ, അപ്പൊ നമ്മളെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലെ വലിയ പർപ്പസാണ് ഈ വിളിച്ചു പറയും. കർത്താവിനെ ശരിയാണ് എന്റെ ദൈവം എന്ന ഒരു ചിത്രം കൃത്യമായി നമ്മുടെ അകത്ത് ബലപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു? ദുഷ്പ്രവർത്തിക്കാരായിരുന്നു. ദൈവപ്രവർത്തികളോട് യോജിക്കാത്തവരായിരുന്നു. നീതികേടിന്റെ ഉറവിടങ്ങളായിരുന്നു. ആ നമ്മളെ യേശു തമ്പുരാൻ നമ്മളെ ആ പ്രവർത്തികളിൽ നിന്നും വിടുവിച്ച് കർത്താവിന്റെ രാജ്യത്തിൽ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ആ ഉറപ്പിക്കുവാൻ വേണ്ടി ഒരു പ്രക്രിയ നടന്നു, ഒരു പ്രോസസ് ഉണ്ടായി. ആ പ്രോസസ്സാണ് ക്രൂശിലെ മരണം. ഹല്ലേലൂയ. നിരപ്പിന്റെ ശുശ്രൂഷ ക്രൂശിൽ മരണത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക്, മാനവകുലത്തിലേക്ക് ദൈവം കൽപ്പിച്ചു. അത് മനസ്സിലാക്കിയവർക്ക് അത് അനുഭവിക്കാനിട വരും. രാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. 21-22 വായിച്ചു. അതിന്റെ 27 മുതൽ 29 വരെ വായിച്ചാട്ടെ. 27 മുതൽ 29 വരെ ആ അധ്യായത്തിന്റെ 27 മുതൽ 29 വരെ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദാനം. കേട്ടോ, മുമ്പ് നമ്മൾ ആരായിരുന്നു? ജാതികളായിരുന്നു. നമ്മൾ ജാതി എന്ന തലത്തിൽ നിന്ന് ഇപ്പൊ ആരായി മാറി? ദൈവവൈദ്യരായി മാറ്റപ്പെട്ടു. അപ്പൊ ജാതികളോട് പൗലോസിന്മേലുള്ള വിളി പറയുകയാണ്. ജാതികളോട് ഈ മർമ്മത്തിന്റെ മഹിമാദനം ഈ അത്യന്ത ശക്തിയുടെ ഈ മഹത്വത്തിന്റെ മഹിമാദനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. കേട്ടോ, പൗലോസിന്റെ മേൽ നൽകപ്പെട്ട ശുശ്രൂഷ നിങ്ങളുടെ മേലെല്ലാം ഓരോരുത്തർക്കും എന്തെയ്യുന്നുണ്ട്? ഓരോ ശുശ്രൂഷ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അറിയാതെ പോകും. അറിഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി മാറും. നിങ്ങളുടെ മേൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന പദ്ധതികൾ എന്തെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചു നിർത്താൻ ഒരു ശക്തി കഴിയത്തില്ല. നിങ്ങളുടെ സ്ഥിതി മാറുക തന്നെ ചെയ്യും. നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. പൗലോസിനെ കുറിച്ചുള്ള ഉദ്ദേശ ലക്ഷ്യം പൗലോസ് മനസ്സിലാക്കി. ജാതികളോട് സുവിശേഷം അറിയിക്കുക. എന്താ സുവിശേഷം? എല്ലാത്തിന്റെയും ഉടമസ്ഥനായ, സർവത്തിന്റെ ആധാരമായ ദൈവം, ആ ദൈവിക മർമ്മം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ അകത്തിരിക്കുന്നു എന്ന് ജാതികൾ പറയുവാൻ ദൈവം പൗലോസിനെ തെരഞ്ഞെടുത്തു എന്ന പൗലോസിനൊരു വെളിപ്പാട്, ജ്ഞാനമുണ്ടായി. രാമ്യം പറയട്ടെ. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ ആരുടെ ഉള്ളിൽ? ദൈവം ആരെന്ന് പോലെ വെളിപ്പാടില്ലാത്ത ജനത്തിനോട് പറയുകയാണ്, നിങ്ങളകത്ത് ദൈവം ഇരിക്കുന്നു. ആ ദൈവം ഇരിക്കുന്നു വെളിപ്പാട്
നൽകുവാൻ, അത് പറയുവാൻ പൗലോസിനിടയായത് എങ്ങനെ തന്റെ മേലിട്ടിരിക്കുന്ന ദൗത്യം എന്താണെന്ന്, അല്ലെ ആ ദൗത്യശാസ്ത്രം ആര് മനസ്സിലാക്കി? പൗലോസിന് തിരിച്ചറിവുണ്ടായി, അല്ലെ ബോധ്യം വന്നു. അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി. ഞങ്ങളുടെ സുവിശേഷത്തിന്റെ കണ്ടന്റ് നോക്കിക്കൊണ്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി. നീ ഉള്ളത്തില്ല, നിനക്ക് ഇങ്ങോട്ടൊന്നും വരാനൊരു യോഗ്യതയുമില്ല, അങ്ങ് അവിടെ പോയിരുന്നു എന്ന് പറയുന്നതല്ല. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും. ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഏതെങ്കിലും വർഗമോ മതമോ ചിന്തയോ വിഭാഗീയമായ കാഴ്ചപ്പാടോ ഇല്ലാത്ത ഒരു വലിയൊരു ആശയമായിരുന്നു. അതിന് ഞാൻ ഇന്നാരോട് ഇന്ന കൂട്ടരുടെ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്, ഇന്നാരോട് ഞാൻ ഈ സത്വർത്തമാനം അറിയിക്കാൻ തയ്യാറാണ്. അപ്പൊ മറ്റുള്ളവർക്ക് മനുഷ്യരല്ലേ, മറ്റുള്ളതൊക്കെ ചെന്നാ ചിലപ്പം നിന്നെ സ്വീകരിച്ചില്ലെന്നിരിക്കാം. വേണ്ട, സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ. നീ പോയി പറ, നീ തിരയുന്ന ദൈവം നിന്റെ അകത്താന്ന് പറഞ്ഞേ. സ്വീകരിക്കില്ലോ എന്നറിയാം. പ്രശ്നം നേരിടുന്നവരോട് പറ, ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കർത്താവെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഏതായാലും ഒരു ആയുസ് നമുക്കുള്ളൂ അല്ലേ? ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആയുസ് കൃത്യമായി നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ദൗത്യം? ആ ദൗത്യശാസ്ത്രം എന്താണ്? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട്. ആരുടെ ശക്തിക്ക്? എനിക്ക് ബലം നൽകിയവന്റെ ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട്. ആദ്യം ഈ ശക്തി നൽകിയത് ആരാന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം. തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ എല്ലാ വിഷയങ്ങളെയും ഹാൻഡിൽ ചെയ്യുന്ന ആരുടെ പദ്ധതിക്ക് അനുസരിച്ചായിരിക്കും? കർത്താവിന്റെ പദ്ധതിക്ക് അനുസരിച്ചായിരിക്കും. ആ ഇട്ടിരിക്കുന്ന ആ അത്യന്ത ശക്തിക്കനുസരിച്ച് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ആ വാക്യത്തോട് അധ്യായം തീരുക അല്ലേ? അതിന്റെ ലാസ്റ്റ് വാക്യം 29 വാക്യങ്ങളാണ് ആ 1-ാം അധ്യായത്തിനുള്ളത്. നമ്മൾ 21, 22 വാക്യം വായിച്ചു. 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും വായിച്ചു. കൊലോസ്യൻസ് 2-ാം അധ്യായത്തിന്റെ ഏതാനും വാക്യങ്ങളും വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യൻസ് 2, 6, 7 വാക്യങ്ങൾ. കൊലോസ്യൻസ് 2-ാം അധ്യായം 6, 7. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്ന് പറഞ്ഞിട്ടില്ലേ? കർത്തൃസന്നിധിയിൽ വന്നപ്പോ ഭയങ്കര ഒരു സ്നേഹവും കർത്തൃസന്നിധിയിൽ വന്നപ്പോ ഭയങ്കര ആവേശവും ഒക്കെ ആയിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ ഞാൻ സാധാരണ മനുഷ്യരെ പോലൊക്കെ ആയി മാറി. അപ്പൊ അത് വളരുകയാണോ? ക്ഷയിച്ചു പോവുകയാണോ ചെയ്തത്? വളർന്നില്ല, അങ്ങനെ നിന്നുമില്ല, താഴോട്ട് പോകും, ഡൗൺ ആയിപ്പോയി. പേരിന് അല്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ ഇന്ന കൂട്ടത്തിൽ പോകുന്നു, ഇന്ന കൂട്ടായ്മയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവനാണ് പറയുന്നു. പക്ഷേ ദൈവത്തെ അറിഞ്ഞവനെന്ന് മറ്റുള്ളവർക്ക് പറയുവാൻ പറ്റിയ രീതിയിലുള്ള ജീവിതക്രമം ഇപ്പോൾ ഇല്ല. ഇത് വളർച്ചയാണോ ഒരു താഴോട്ടുള്ളൊരു പോക്കാണോ? ഇതൊരു താഴോട്ടുള്ളൊരു പോക്ക്. വളർച്ച ഉണ്ടെങ്കിൽ നീ ഒരു സാക്ഷിയായി മാറും. പ്രത്യേകിച്ച് നീ ക്രിസ്തുവിൽ ആരാന്ന് ജനത്തോട് പറയേണ്ട കാര്യമില്ല. നിന്നെ കാണുന്നതും പറയും ഇവൻ വേർപെട്ടവനാണ്. ഇവന്റെ പ്രവൃത്തികൾ, ശൈലികൾ, രീതികൾ, പെരുമാറ്റങ്ങൾ എല്ലാം തന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഇവനെ വ്യത്യസ്തമാക്കുന്ന ഒരാത്മാവ് ഇവന്റെ അകത്ത് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാണ് അവനിൽ വേരൂന്നി യേശു ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയ വർധനവ് പ്രാപിച്ചു. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന അതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചു സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുപ്പീൻ. വിശ്വാസത്താൽ ഉറച്ചു. നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? ആരെയാ വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്ന വസ്തുതകളിൽ? നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഒരു മറുപടി വരുന്നൊരു ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. എങ്ങനെ നടക്കും?
സകല അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവത്തിന്റെ വ്യാപാരം. ആമേൻ. ചിന്തിക്കാത്ത മണ്ഡലത്തിൽ ചില പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ മതിയായത്രേ. എങ്ങനെ നടക്കും? മാനുഷിക കരങ്ങൾ, മാനുഷിക ഇടപെടൽ കൊണ്ട് ആയിരുന്നു അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പോക്കുവരവും കാര്യങ്ങളും നടന്നേനെ. ഇത് ഇങ്ങനൊന്നും അല്ല, ഇതിനൊക്കെ അപ്പുറത്തുള്ള ചില തലങ്ങളാണ്. ഏത് തലമാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും മറുപടി തരുവാൻ കഴിവുള്ളവന്റെ കരം നീ കണ്ടറിയാൻ പോകുന്നു. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തി നീ രുചിച്ചറിയാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണ്. അപ്പൊ വിശ്വാസത്തിൽ ബോൾഡായിരിക്കും, സ്ഥിരതയുണ്ടാകണം. വേരൂന്നി സ്ഥിരതയുള്ളവനായി വായിച്ചു. വാക്യം പൂർണ്ണമായി, 7ാമത്തെ വാക്യം പൂർണ്ണമായോ? സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കും. കവിഞ്ഞു വിരിപ്പി. അപ്പൊ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കാന്ന് പറഞ്ഞെന്താ? സ്തോത്രം പറഞ്ഞപ്പോഴാണ് താങ്ക്സ് ഗിവിങ് അല്ലെ, പ്രാർത്ഥിച്ചപ്പോഴേ ലഭിച്ചു എന്ന് വിശ്വാസത്തോടെ അതിനെ ഏറ്റെടുക്കുക. എങ്ങനെ ഏറ്റെടുക്കാൻ? എന്താ സാധ്യത? സാധ്യമേ, എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. നല്ല മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ച് വായിച്ചപ്പോൾ നമ്മൾ പാട്ട് പാടി. പക്ഷേ പിന്നെയും എന്റെ മനുഷ്യാത്മാവ് എന്നോട് പറഞ്ഞു, എങ്ങനെ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? അല്ലേ? നടക്കും, നടക്കും. ആരെ വിശ്വസിക്കുന്നുവെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. 2:6-7 വായിച്ച് 10ാമത്തെ വാക്യം കൂടെ വായിച്ച് ആ ദൈവസ്ഥനിൽ ശരണപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ, കേട്ടോ, തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരത്രേ. അപ്പൊ പരിപൂർണത വെളിപ്പെടണം. വെളിപ്പെടണം എന്ത് ചെയ്താൽ മതി? പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ചലിക്കുക എന്ന് ചെയ്താൽ നിന്നെ പുറകോട്ട് വലിക്കുന്ന, നിന്നെ തളർത്തിക്കളയുന്ന വിഷയങ്ങളിലോട്ട് അല്ല നീ ഫോക്കസ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മള് പല കാര്യങ്ങളും ദൈവഹിതമാണോ എന്ന് ആലോചിക്കാതെ നമ്മൾ തന്നെ ചിലത് തീരുമാനിച്ചെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, തമ്പുരാൻ ഇഷ്ടമില്ലാത്ത പല പരിപാടികളും, തമ്പുരാന്റെ പദ്ധതികളല്ലാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്തു? തമ്പുരാന് തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് പിന്നെ അതിനകത്ത് മോഹഭംഗങ്ങൾ ഉണ്ടാവും. ആലോചിക്കേണ്ടിടത്ത് ആലോചിക്കണം. മറുപടി കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിക്കണം. എന്താ തടസ്സമെന്ന് മനസ്സിലാക്കണം. വിശ്വാസത്തിൽ ബലപ്പെട്ട് ആഴത്തിൽ വേരൂന്നി ആത്മീയ വർധനവ് പ്രാപിപ്പാൻ ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, യേശു കർത്താവേ, പ്രത്യാശയുടെ ഒരനുഭവം സകല വ്യക്തികളിലും അങ്ങ് പകരുന്നതിനെ ഓർത്ത് സ്തോത്രം. വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാൻ, ക്രിസ്തുവിൽ വേരൂന്നുവാൻ സകലരെയും പ്രാപ്തമാക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുന്നു. വലിയ മറുപടികളാൽ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാണ്, അതിൽ നിന്റെ വിശ്വാസം കെട്ടടങ്ങത്തില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.